നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 2015-23 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണ് കേട്ടോ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഓപ്ഷൻസ് എ വിയ്യൂർ സെൻട്രൽ ജയിൽ, ബി തവനൂർ സെൻട്രൽ ജയിൽ, സി കണ്ണൂർ സെൻട്രൽ ജയിൽ, ഡി പൂജപ്പുര സെൻട്രൽ ജയിൽ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തവനൂർ സെൻട്രൽ ജയിൽ. അടുത്ത ചോദ്യം നോക്കാം. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ് എ ഋഷിരാജ് സിംഗ്, ബി എ പി ഉദയഭാനു, സി അലക്സാണ്ടർ ജേക്കബ്, ഡി ജി ശിവരാജൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അലക്സാണ്ടർ ജേക്കബ്. ഇനി ക്വസ്റ്റ്യൻ 83 നോക്കാം. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻസ് എ 15-18, ബി 18-20, സി 14-18, ഡി 18-21. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 18-21. അടുത്ത ചോദ്യം, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. 2. ജില്ലാ കളക്ടർ ഈ സമിതിയുടെ അംഗമാണ്. 3. സമിതിയുടെ ക്വോറം 5 ആയിരിക്കും. 4. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 4. അപ്പം പ്രസ്താവനകൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം, കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. 4 ജില്ലാ ജയിലുകളുടെ എണ്ണം 14 ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം മാത്രം. 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? 1. പ്രധാനമന്ത്രി, 2 രാഷ്ട്രപതി, 3 കേന്ദ്ര നിയമമന്ത്രി, 4 കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 4ഉം. 1ഉം 2ഉം 4ഉം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 87, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1. അംഗങ്ങളുടെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ. ഇതിൽ ഏതാണോ ആദ്യം? 2. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. 3. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. 4. അംഗങ്ങൾക്ക് പുനർനിയമനത്തിന് അർഹതയില്ല. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 3 മാത്രം, സി 1ഉം 2ഉം 3ഉം ശരി, ഡി എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3 മാത്രം. ഇതാണ് ശരിയായ പ്രസ്താവന. അടുത്ത 38ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 13 ഒക്ടോബർ 1998, ബി 15 ഡിസംബർ 1998, സി 12 ഒക്ടോബർ 1993, ഡി 11 ഡിസംബർ 1998. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 11 ഡിസംബർ 1998. 89, നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര, സി ജസ്റ്റിസ് HL ദത്ത്, ഡി ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത്. 89, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. 2, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 3, കമ്മീഷന് 5 ഡിവിഷനുകളാണുള്ളത്. 4, ശ്രീ രാജീവ് ജെയിൻ നിലവിലെ കമ്മീഷന്റെ അംഗമാണ്. ഓപ്ഷൻസ് എ 1ഉം 4ഉം മാത്രം, ബി 1 മാത്രം, സി 2 മാത്രം, ഡി 1ഉം 2ഉം 3ഉം. കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, 1 മാത്രം. ബി ആണ് വരുന്നത്. ഈ 1 മാത്രമാണ്, വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. അതാണ് തെറ്റായ പ്രസ്താവന.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 91. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ എ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 1995, ബി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002, സി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 1976, ഡി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2001. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇനി ക്വസ്റ്റ്യൻ 92 നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 2. 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത്. 3. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. 4. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. ഓപ്ഷൻസ് 1ഉം 2ഉം മാത്രം, ബി 1ഉം 2ഉം 4ഉം, സി 1ഉം 3ഉം 4ഉം, ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, 1ഉം 3ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം 4ഉം. ഇനി 93 നോക്കാം. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ 4 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, ബി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, സി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, ഡി ഇവയൊന്നുമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. 94. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻസ് എ വിശ്വാസ് മേത്ത, ബി വിൻസൻ എം പോൾ, സി ടോം ജോസ്, ഡി ഭരത് ഭൂഷൺ. 94 ആൻസർ എ ആണ്, വിശ്വാസ് മേത്ത. 95. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? 1. സർക്കാർ ഓഫീസുകൾ, 2. ISRO, 3. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, 4. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻസ് എ 1ഉം 3ഉം മാത്രം, ബി 1ഉം 4ഉം മാത്രം, സി 1ഉം 2ഉം 3ഉം മാത്രം, ഡി 1ഉം 2ഉം 3ഉം 4ഉം. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം 3ഉം 4ഉം. 1ഉം 2ഉം 3ഉം 4ഉം വരുന്നുണ്ട്. 96. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ എ വ്യക്താന്തര ബുദ്ധി, ബി ശാരീരിക ചലനപര ബുദ്ധി, സി ഭാഷാപരമായ ബുദ്ധി, ഡി ദൃശ്യസ്ഥലപര ബുദ്ധി. ആൻസർ വരുന്നത് ബി ആണ്, ശാരീരിക ചലനപര ബുദ്ധി. 97. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ബി വില്യം വൂണ്ട്, സി മാക്സ് വെർത്തിമർ, ഡി ജോൺ ബി വാട്സൺ. 97 ആൻസർ ഓപ്ഷൻ എ ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ്. 98. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ പാരിസ്ഥിതികം, ബി സാമ്പത്തികം, സി ശാരീരികം, ഡി സാമൂഹികം. 98 ഡി ആണ് ആൻസർ, ഓപ്ഷൻ ഡി സാമൂഹികം. 99 ചോദ്യം നോക്കാം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉത്കണ്ഠ, ബി സംയോജനം, സി ഇച്ഛാഭംഗം, ഡി ആക്രമണോത്സുകത. 99 ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഉത്കണ്ഠ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് എ അധ്യാപകരുടെ നിർബന്ധപ്രകാരം പഠിക്കുന്നു, ബി മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു, സി നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു, ഡി വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരത്തിന് വേണ്ടി പഠിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അപ്പോൾ ഇത്രയും ഇതാണ് സ്പെഷ്യൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം.